ഇന്ന് പുലർച്ചെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം മരിച്ചു എന്ന അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നതിനിടെയായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹം കണ്ടത്. ഇറാനുമായുള്ള യുദ്ധം വിചാരിക്കുന്നതിലും വേഗത്തിൽ അവസാനിച്ചേക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിട്ടില്ല എന്നും ഇസ്രയേലും അമേരിക്കയും ലോകത്തെ സംരക്ഷിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. First of all, I just want to say I'm alive and you're all witnesses. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഒരിടവേളയ്ക്ക് ശേഷം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടിയായി ഞാൻ ജീവനോടെയുണ്ടെന്ന് പറഞ്ഞായിരുന്നു നെതന്യാഹു വാർത്താസമ്മേളനം ആരംഭിച്ചത്. ഇറാൻ ഇപ്പോൾ ആരുടെ ഭരണത്തിന് കീഴിലാണെന്ന് തനിക്കറിയില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനായി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇറാനിയൻ നേതൃത്വത്തിനുള്ളിൽ വിള്ളലുകൾ വീഴുന്നതായി കാണുന്നുണ്ടെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഹോർമുസ് കടലിടുക്ക് ഉപയോഗിച്ച് ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും ഇറാന്റെ തന്ത്രം നടപ്പാവില്ലെന്നും നെതന്യാഹു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പശ്ചിമേഷ്യയും ലോകത്തെയാകെയും സംരക്ഷിക്കുകയാണെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തെ തകർത്തതായും ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കിയതായും നെതന്യാഹു. അതേസമയം ഇറാനിലെ വാതകപാടങ്ങൾ ആക്രമിക്കരുതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.